നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. എമ്പുരാനെ എതിർത്തും അനുകൂലിച്ചും സൈബർ പോര് തുടരുന്നു. സിനിമയെ ഏറ്റെടുത്ത ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. വിവാദങ്ങളിൽ നിന്ന് അകന്ന് BJP നേതൃത്വം. കളക്ഷൻ റെക്കോർഡ് ഭേദിച്ച് എമ്പുരാന്റെ കുതിപ്പ്. എറണാകുളം അയ്യമ്പുഴയിൽ മദ്യലഹരിയിൽ SIയുടെ മൂക്കിടിച്ച് തകർത്ത നേപ്പാളി യുവതി. 4 പോലീസുകാർക്ക് പരിക്ക്. യുവതിയും സുഹൃത്തും റിമാൻഡിൽ. പൂജപ്പുരയിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ഗുണ്ടയെ പിടികൂടുന്നതിനിടെ SIക്ക് കുത്തേറ്റു. CMRL മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല. ഹർജികൾ ഹൈക്കോടതി തള്ളി. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമെന്നും കോടതി. പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴനാട്. ഒരു ആരോപണം കൂടി തരിപ്പണമായെന്ന് CPIM. മ്യാൻമാറിനെയും തായ്ലൻഡിനെയും പിടിച്ചുലച്ച വൻ ഭൂചലനം. 59 മരണം, 250-ലേറെ പേർക്ക് പരിക്ക്. 2 തുടർചലനങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തി. സഹായ വാഗ്ദാനമറിയിച്ച ഇന്ത്യ. കേരളം വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കും. ഒരുക്കങ്ങൾക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്ന മുന്നണികൾ. കോട്ടയം റാഗിംഗ് കേസിൽ 5 സീനിയർ വിദ്യാർത്ഥികൾ പ്രതികൾ. മൊബൈൽ ഫോൺ പ്രധാന തെളിവാക്കി കുറ്റപത്രം. കരുനാഗപ്പള്ളി കൊട്ടേഷൻ കൊലയിൽ 2 പേർ പിടിയിൽ. മുഖ്യപ്രതി അലുവ അതുലിനായി അന്വേഷണം ഊർജിതം. അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശമെന്ന് അടിവരയിട്ട് സുപ്രീം കോടതി. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കണമെന്നും ഓർമ്മപ്പെടുത്തൽ. സുപ്രീം കോടതിയിൽ ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടി. കോൺഗ്രസ് ME ഇമ്രാൻ പ്രതാപ് ഗഡിക്കെതിരായ കേസ് റദ്ദാക്കി. മുൻകൂർ ജാമ്യാപേക്ഷയുമായി കുനാൽ കാമ്ര. IPL-ൽ ധോണിയും കോഹ്ലിയും നേർക്കുനേർ. ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. മത്സരം രാത്രി 7:30 ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നതിനിടയിൽ സിനിമയെ ഏറ്റെടുത്ത ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. ഗോദ്ര കലാപം പരാമർശിക്കുന്നതിലൂടെ ശക്തമായ രാഷ്ട്രീയം പറയുന്ന സിനിമ എന്നാണ് സിനിമയെ അനുകൂലിക്കുന്നവരുടെ വാദം. അതേസമയം ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്ന സിനിമ എന്ന ചർച്ച ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ സംഘടനകൾ ഉയർത്തിവിടുകയാണ്. എമ്പുരാൻ സിനിമയുടെ ഹോളിവുഡ് ശൈലിയും കോടികളുടെ മുതൽ മുടക്കുമൊക്കെയായിരുന്നു നേരത്തെയുള്ള ചർച്ചയെങ്കിൽ സിനിമ റിലീസിംഗിന് ശേഷം വിഷയം മാറി. സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയത്തിലേക്ക് ചർച്ചകൾ കേന്ദ്രീകരിച്ചു. സമീപകാലത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സിനിമയെന്നാണ് ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ പ്രതികരണം. ഇടതു രാഷ്ട്രീയത്തിനും സിനിമയിൽ വിമർശനമുണ്ടെങ്കിലും ഇടതു കേന്ദ്രങ്ങളിൽ സിനിമയ്ക്ക് പൊതുവെ നല്ല സ്വീകാര്യതയാണ്. സിനിമയിൽ രക്ഷകരായി അവതരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിച്ഛായ എന്ന് വാദിക്കുന്ന സൈബർ ചർച്ചകളും ഉയർന്നുവരുന്നു. ഇന്നലെ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞ ഉടൻ തന്നെ സംഘപരിവാർ നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു. നടൻ സുരേഷ് ഗോപിക്കും ഗുജറാത്ത് ടൂറിസത്തിനും നന്ദി പറയുന്ന സിനിമ ഇത്തരമൊരു പ്രമേയം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതാണ് സംഘപരിവാർ കേന്ദ്രങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ചിത്രത്തിന്റെ പ്രമേയത്തിനപ്പുറം BJPയുടെ പ്രധാന നേതാക്കളെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള കഥാപാത്ര ശൈലി ഇവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. സിനിമയെ ബഹിഷ്കരിക്കണമെന്ന വാദം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ടെങ്കിലും നേതാക്കളാരും ഇത് പരസ്യമായി ഏറ്റെടുക്കുന്നില്ല. സിനിമ റിലീസിംഗിന് മുമ്പ് തന്നെ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേർന്ന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വിവാദത്തിൽ പ്രതികരിച്ചിട്ടില്ല. സിനിമ കാണാനെത്തുമെന്ന് നേരത്തെ വ്യക്തമാക്കിയ രാജീവ് ചന്ദ്രശേഖർ പുതിയ സാഹചര്യത്തിൽ അതിന് തയ്യാറായേക്കില്ലെന്നും സൂചനയുണ്ട്. ഹിന്ദു ഐക്യവേദി പോലെയുള്ള തീവ്ര സംഘപരിവാർ സംഘടനകൾ എമ്പുരാൻ ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്ന് പറയുന്നു. ദേശീയ തലത്തിലും സമാന ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്.
എന്തായാലും എമ്പുരാൻ സിനിമ പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയം സമീപകാലത്തെങ്ങുമില്ലാത്ത വിധത്തിൽ കേരളത്തിലും ദേശീയതലത്തിലും ചർച്ചയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എമ്പുരാൻ ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്ന കടുത്ത നിലപാടിൽ ആണ് സംഘപരിവാർ നേതാക്കൾ. അതേസമയം മികച്ച രാഷ്ട്രീയം പറയുന്ന സിനിമ എന്ന് കോൺഗ്രസ് ഇടത് നേതാക്കളും പറയുന്നു. പ്രതികരണങ്ങളിലേക്ക്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ സിനിമയെ പിന്തുണയ്ക്കുകയും വിജയാശംസകൾ നേരുകയും അത് കാണും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ആർ.എസ്.എസിന്റെ അഖിലേന്ത്യാ ഭാരവാഹി ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള ആർ.എസ്.എസിന്റെ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരക്കഥാകൃത്ത് മുരളീഗോപിയുടെ പിതാവ് ഭരത് ഗോപി ബി.ജെ.പിക്കാരനായിരുന്നു. മുരളീഗോപിയുടെ ഒരു സിനിമയോട് CPM കാണിച്ച അതേ അസഹിഷ്ണുത താരതമ്യേന കുറഞ്ഞ മസിൽ പവറും കേരളത്തിൽ അധികാരവും ഇല്ലാത്തത് കൊണ്ട് ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിനായി സംഘപരിവാർ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ധൈര്യത്തിന് ഒരു ഓസ്കാർ അവാർഡ് ഉണ്ടെങ്കിൽ അത് എമ്പുരാന് കൊടുക്കണമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തീവ്ര ഹിന്ദുത്വവാദവും തെറ്റാണെന്നും തീവ്ര ഇസ്ലാമിസവും തെറ്റാണെന്നും വ്യക്തമായി സൂചിപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ മോഹൻലാലിനെ തള്ളി പറയാൻ കഴിയുന്നില്ല. പകരം ലാലേട്ടനെ ചതിച്ചത് പൃഥ്വിരാജാണ് എന്ന് പറയുന്നത്. ആ സിനിമയിൽ ഇന്ത്യയിലെ ഒരു സാഹചര്യങ്ങളെ അവരുടേതായ രീതിയിൽ അവർ അങ്ങ് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അതിനെ സിനിമയായി കാണണം. അതിനെ ബി.ജെ.പി എത്ര അസഹിഷ്ണുതയോടുകൂടി കണ്ടാലും അത് രാജ്യത്തെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയും ബോധ്യമൊക്കെ ഉണ്ട്. അപ്പൊ അത് സിനിമയായി വന്നു, അല്ലെങ്കിൽ സിനിമയിൽ അതിനോട് സാമ്യമുള്ള രംഗങ്ങൾ വന്നു എന്ന് കരുതി ഇത്ര അസഹിഷ്ണുത കാണിക്കേണ്ടതില്ല. എമ്പുരാൻ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പ്രതിപാദിക്കുന്ന സിനിമയാണ്. ആ രാഷ്ട്രീയ പശ്ചാത്തലം ആന്റി ഹിന്ദു പശ്ചാത്തലമാണ്. ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലം പറയുമ്പോൾ അത് ഏകപക്ഷീയമായി പോയി ആ സിനിമ പറഞ്ഞത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ഈ വിഷയത്തിൽ ബി.ജെ.പിയുടെ അഭിപ്രായം കാണും. ബി.ജെ.പി അഭിപ്രായം പറഞ്ഞോട്ടെ. ഈ സിനിമ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് വിമർശനം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. എമ്പുരാനെതിരെ ബി.ജെ.പി നിലപാടെടുത്തിട്ടില്ല എന്ന് നേതൃത്വം. പാർട്ടിയുടെ വഴിക്കും സിനിമയുടെ വഴിക്കും പോകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി. സുധീർ. നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തുന്നത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമെന്നും കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു. ക്യാമ്പയിൻ ആര് തുടങ്ങി? ഞങ്ങൾക്കൊരു ക്യാമ്പയിനും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ക്യാമ്പയിനും ഇല്ല. ഒരു സിനിമയും പാർട്ടിയെ ബാധിക്കുന്നതല്ല. സിനിമയുടെ വഴിക്ക് പോകും, പാർട്ടിയുടെ വഴിക്ക് പോകും. സിനിമ എന്താണെന്ന് അത് കാണുന്ന ആസ്വാദകരാണ് വിലയിരുത്തേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. വിവാദങ്ങൾ ചൂടുപിടിക്കുമ്പോഴും ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണ് എമ്പുരാൻ. അഡ്വാൻസ് ബുക്കിംഗിൽ ഇപ്പോഴും 1-ാം സ്ഥാനത്താണ് ചിത്രം. മണിക്കൂറിൽ 11,000 ടിക്കറ്റ് വെച്ചാണ് ഇപ്പോഴും ബുക്കിംഗ് തുടരുന്നത്. പി.കെ. രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷനിലേക്ക് കുതിക്കുകയാണ് എമ്പുരാൻ. ആദ്യ ദിവസം പോലെ 2-ാം ദിവസവും തിയേറ്ററുകൾ ഹൗസ്ഫുൾ. രാജ്യത്തുടനീളമുള്ള തിയേറ്ററുകളിൽ നിന്ന് ആദ്യ ദിവസം 22 കോടിയോളം രൂപയാണ് കളക്ഷൻ. ഇതിൽ 15 കോടിക്ക് മുകളിൽ പിരിഞ്ഞത് കേരളത്തിൽ നിന്ന് മാത്രം. സിനിമകളുടെ പ്രകടനം വിലയിരുത്തുന്ന ട്രാക്കർ സ്നാക്സിന്റെ അഭിപ്രായത്തിൽ എമ്പുരാന്റെ മലയാളം പതിപ്പ് ഏകദേശം 19 കോടി രൂപ നേടി. തെലുങ്കിൽ 1.2 കോടി രൂപയും തമിഴിൽ 80 ലക്ഷവും ഹിന്ദിയിൽ 50 ലക്ഷവും കന്നഡയിൽ 5 ലക്ഷം രൂപയുമാണ് നേടിയത്. 2-ാം ദിവസവും ചിത്രം വമ്പൻ കളക്ഷനിലേക്ക് നീങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 2-ാം ദിനത്തിൽ ഇതുവരെ 7 കോടി 6 ലക്ഷം രൂപയാണ് പിരിഞ്ഞിരിക്കുന്നത്. മണിക്കൂറുകൾ ശരാശരി 11,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത്. അടുത്ത 2 ദിവസത്തേക്ക് മിക്കവാറും ഷോകൾ ഫുള്ളാണ്. പല തിയേറ്ററുകളിലും തുടർച്ചയായ ഷോകൾ ഇന്നും നടക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളി. ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. മാത്യു കുഴൽനാടൻ MLAയും പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബുവും നൽകിയ ഹർജികളാണ് തള്ളിയത്. ജസ്റ്റിസ് K. ബാബുവിൻ്റെതാണ് ഉത്തരവ്. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമെന്ന് ഹൈക്കോടതി പരാമർശിച്ചു. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRലും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജിക് കമ്പനി CMRൽ നിന്ന് മാസപ്പടി വാങ്ങിയതെന്നും ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുമായിരുന്നു വാദം. അഴിമതിക്കെതിരെ പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ MLA. ഇത് ഈ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് നന്നായി അറിയാം, ഇത് മറ്റാർക്കുമെതിരെയല്ല,
ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള നിയമ പോരാട്ടമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊട്ടും എളുപ്പമാകില്ല, ഒട്ടും അനായാസമല്ല എന്ന പൂർണ്ണ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാനിതിന് ഇറങ്ങിത്തിരിച്ചത്. നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും. ഹൈക്കോടതി ഉത്തരവ് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിയമപരമായ ലീഗലായിട്ടുള്ള പ്രശ്നമാണ് വിജിലൻസ് കേസാണോ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്ട് ആണോ PC ആക്ട് ആണോ നിലനിൽക്കുന്നത് എന്നുള്ളത് നിയമപരമായ പ്രശ്നം. അത് ഇപ്പം കേസ് കൊടുത്ത മാത്യു കുഴൽനാടൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. മഴവിൽ സഖ്യത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്നു തരിപ്പണമായെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവൺമെന്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ UDFന്റെ BJPയുടെ ഞാൻ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഴവിൽ സഖ്യത്തിൻ്റെ ഒരു ആരോപണവും കൂടി തകർന്ന് തരിപ്പണായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രതിപക്ഷത്തിന്റെ നുണപ്രചാരണം പൊളിഞ്ഞെന്ന മന്ത്രി MB രാജേഷ് പരിഹസിച്ചു. ആരോപണങ്ങളുടെയും പരമ്പരയിൽ മറ്റൊന്നുകൂടി ഇപ്പോൾ പൊട്ടിത്തകർന്നിരിക്കുന്നു എന്നതാണ് ഈ വിധി വ്യക്തമാക്കുന്നത്. ഒന്ന് പൊളിഞ്ഞാൽ ഒട്ടും കൂസലില്ലാതെ അടുത്തതുമായിട്ട് ഇറങ്ങുക. ന്യൂസ് 18 കൊച്ചി. മ്യാൻമാറിലും തായ്ലൻഡിലും അതിശക്തമായ ഭൂചലനത്തിൽ 59 പേർ മരിച്ചു. 250-ലധികം പേർക്ക് പരിക്കേറ്റു. കാണാതായവരെ കണ്ടെത്തുന്നതിനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ബാങ്കോക്കിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ചൈനയിലും പ്രകമ്പനം ഉണ്ടായി. ഇന്ത്യയിൽ കൊൽക്കത്ത, ഇംഫാൽ, മേഘാലയ എന്നിവിടങ്ങളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. മ്യാൻമാറിലെ പ്രാദേശിക സമയം 12:50 തുടർച്ചയായ 2 ഭൂചലനം. ആദ്യത്തേത് റിച്ചർ സ്കെയിലിൽ 7.7, രണ്ടാമത്തേത് 6.4 തീവ്രത രേഖപ്പെടുത്തി. മധ്യ മ്യാൻമാറിൽ മോനിവ നഗരത്തിൽ നിന്ന് 50 കിലോമീറ്റർ കിഴക്കാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. മ്യാൻമാറിലെ മണ്ഡലായിയിൽ പള്ളിയും മറ്റ് കെട്ടിടങ്ങളും തകർന്നു. ഇവിടങ്ങളിലുണ്ടായിരുന്നവരാണ് മരിച്ചവരിൽ അധികവും. മണ്ഡലായിയിൽ ആവാപാലം നദിയിലേക്ക് തകർന്നു വീണു. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന 30 നില കെട്ടിടം നിലംപൊത്തി. സർവകലാശാല കെട്ടിടത്തിന് തീപിടിച്ചു. കൂറ്റൻ അപ്പാർട്ട്മെന്റുകൾക്ക് മുകളിലെ ഇൻഫിനിറ്റി പൂളിൽ നിന്നും വെള്ളം താഴേക്കൊഴുകി. ഉഗ്രശബ്ദം കേട്ടതോടെ ജനങ്ങൾ ഭയപ്പെട്ടോടുന്ന കാഴ്ചയായിരുന്നു എങ്ങും. ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും കൂടാനാണ് സാധ്യത. ചൈനയുടെ യുനാൻ പ്രവിശ്യയിലും വിയറ്റ്നാമിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശമെന്ന അടിവരയിട്ട് സുപ്രീം കോടതി. കവിതയുടെ പേരിൽ കോൺഗ്രസ് MP ഇമ്രാൻ പ്രതാപ് ഗഡിക്കെതിരെ ഗുജറാത്ത് പോലീസ് എടുത്ത കേസ് സുപ്രീം കോടതി റദ്ദാക്കി. അപ്രിയമായ അഭിപ്രായം പറയുന്നവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം എന്ന് കോടതി വിധിച്ചു. ജസ്റ്റിസ് അഭയ് S. ഓക, ജസ്റ്റിസ് ഉജ്വൽ ബുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. ഗുജറാത്തിലെ ജാംനഗറിൽ സമൂഹ വിവാഹ ചടങ്ങിന് ഇടെ ആലപിച്ച കവിതയുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനായിരുന്നു ഇമ്രാൻ പ്രതാപ് ഗഡിക്കെതിരെ ഗുജറാത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഹാസ്യ പരിപാടിക്കിടെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെ വഞ്ചകനെന്ന് വിളിച്ച് പരിഹസിച്ച കേസിൽ ട്രാൻസിസ്റ്റ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച കുനാൽ കമ്ര മദ്രാസ് ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് മുൻപാകെ അഭിഭാഷകൻ ബോധിപ്പിച്ചു. തമിഴ്നാട്ടിലെ വില്ലുപുരം നഗരത്തിലെ സ്ഥിരതാമസക്കാരനാണ് എന്നും അതിനാൽ വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ അധികാരപരിധിയുണ്ട് എന്നും കമ്ര പറയുന്നു. കേസിൽ മഹാരാഷ്ട്ര പോലീസ് ഹാജരാകാൻ വീണ്ടും ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് കുനാൽ കമ്ര കോടതിയെ സമീപിച്ചത്. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസെടുത്ത 47-ാം ദിവസമാണ് ഗാന്ധിനഗർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. മൊബൈൽ ഫോൺ പ്രധാന തെളിവായി കുറ്റപത്രത്തിൽ പറയുന്നു. റാഗിംഗ് ക്രൂരതയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന കേസായിരുന്നു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസ്. ഈ കേസിലാണ് വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. സീനിയർ വിദ്യാർത്ഥികളായ 5 പേരെ പ്രതിയാക്കിയാണ് കുറ്റപത്രം. കോളേജ് അധ്യാപകർക്കോ വാർഡനോ സംഭവത്തിൽ പങ്കില്ല എന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. 11-ാം തീയതിയാണ് റിപ്പോർട്ടായത്. ഇപ്പം 47 ദിവസമായി. 47 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്തിട്ടുണ്ട്. കോടതി വെരിഫൈ ചെയ്ത് അത് ചാർജ് പിടിച്ചിട്ടുണ്ട്. 40ഓളം സാക്ഷികളാണ് കേസിലുള്ളത്. പരാതിക്കാരന് പുറമെ റാഗിങ്ങിനിരയായ 5 വിദ്യാർത്ഥികൾ പ്രധാന സാക്ഷികളാണ്.
പരിശോധന പൂർത്തിയാക്കിയ ശേഷം കുറ്റപത്രം കോടതി സ്വീകരിച്ചു. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ വൈകാതെ ഉണ്ടാകും. പ്രമാദമായ കേസിൽ തന്ത്രപരമായി വളരെ പെട്ടെന്ന് പ്രതികളെ പിടികൂടാനായതും അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനായതും പോലീസിന്റെ നേട്ടമാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കരുനാഗപ്പള്ളിയിൽ കൊട്ടേഷൻ കൊലപാതകത്തിൽ 2 പേർ പിടിയിൽ. കൃത്യത്തിൽ പങ്കെടുത്ത രാജപ്പൻ, പ്രതികളെ സഹായിച്ച അതുൽ എന്നിവരാണ് പിടിയിലായത്. അതേസമയം മുഖ്യപ്രതി അലുവ അതുൽ അടക്കം 4 പേർ കൂടി ഇനി പിടിയിലാകാനുണ്ട്. എറണാകുളം അയ്യമ്പുഴയിൽ പോലീസുകാരെ ക്രൂരമായി മർദ്ദിച്ച് നേപ്പാളി യുവതി. എസ്ഐയുടെ മൂക്കിടിച്ച് തകർത്തു. 4 പോലീസുകാർക്ക് പരിക്കേറ്റു. നേപ്പാൾ സ്വദേശി ഗീതയെയും സുഹൃത്ത് സുമനെയും കോടതി റിമാൻഡ് ചെയ്തു. അയ്യമ്പുഴയുടെ ചില ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ ലഹരി മാഫിയ സംഘങ്ങളുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ആക്രമണം. പുലർച്ചെ 1:30യോടെ എസ്ഐയും ഡ്രൈവറും അടങ്ങുന്ന സംഘം ജീപ്പിൽ അയ്യമ്പുഴയിലേക്ക് എത്തുകയായിരുന്നു. ഇതിനിടെയാണ് സംശയാസ്പദമായ റോഡരികിൽ ബൈക്ക് നിർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടത്. നേപ്പാൾ സ്വദേശിനിയും ആൺസുഹൃത്തുമായിരുന്നു ബൈക്കിലുണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് ഇവരോട് കാര്യങ്ങൾ തിരക്കുകയായിരുന്നു. എന്നാൽ ഇതിൽ വ്യക്തതയില്ലാത്തതിനാൽ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടെ യുവതി പോലീസിനെ ആക്രമിച്ചു. എസ്ഐയുടെ മൂക്കിനിടിക്കുകയും മറ്റു പോലീസുകാരെ കടിക്കുകയും മാന്തുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പോലീസിനെ ആക്രമിക്കുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ഗുണ്ടയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ എസ്ഐക്ക് കുത്തേറ്റു. പൂജപ്പുര എസ്ഐ സുധീഷനാണ് കുത്തേറ്റത്. തിരുമല സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായി ശ്രീജിത്ത് ഉണ്ണിക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രി 9:30യോടെ തിരുമല കല്ലറമഠം ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവം. ശ്രീജിത്ത് ഉണ്ണി മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നുവെന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ എസ്ഐയെ തള്ളിയിട്ട് വയറിൽ കുത്താൻ ശ്രമിച്ചു. തടഞ്ഞപ്പോൾ കൈവിരലിന് പരിക്കേറ്റു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ശ്രീജിത്ത് ഉണ്ണിയെ നേരത്തെ ഗുണ്ടാ നിയമപ്രകാരവും ജയിലിലടച്ചിരുന്നു. ഇയാൾക്കെതിരെ മയക്കുമരുന്ന് ഉപയോഗത്തിനും കേസുണ്ടെന്ന് പൂജപ്പുര പോലീസ് അറിയിച്ചു. പ്രതിയെ പിടികൂടാനുള്ള ശ്രമങ്ങളും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറത്ത് ലഹരി സംഘത്തിലെ 10 പേർക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ച സംഭവത്തിൽ തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധികൾ ഏറെ. രോഗം സ്ഥിരീകരിച്ചവർ അധികൃതരുമായി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാത്തതും അന്യസംസ്ഥാനങ്ങളിൽ ഉള്ളവർ പ്രദേശം വിടുന്നതുമാണ് വെല്ലുവിളിയാകുന്നത്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരിമരുന്ന് കുത്തിവെച്ചതിലൂടെയാണ് എയ്ഡ്സ് വന്നതെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ. രോഗം സ്ഥിരീകരിച്ചവരിൽ ഏറെയും അന്യസംസ്ഥാന തൊഴിലാളികളും അവരുമായി ബന്ധമുള്ളവരുമാണ്. എന്നാൽ ഇവർ കൂടുതൽ പരിശോധനകൾക്കും വിവരശേഖരണത്തിനും കാര്യമായി സഹകരിക്കാത്തതാണ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. ഇവരുടെ സമ്പർക്ക പട്ടികയും കൂടുതൽ വിവരങ്ങളും തുടർ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ്. എന്നാൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ അതുവരെ സഹകരിച്ചിരുന്ന പലരും സഹകരിക്കുന്നില്ല. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ സ്ഥിരമായി ഒരിടത്ത് മാത്രം താമസിക്കുന്നവരല്ല എന്നതാണ് മറ്റൊരു വെല്ലുവിളി. കോവിഡോ മറ്റ് പകർച്ചവ്യാധി പോലെയോ അല്ല എയ്ഡ്സിന്റെ വ്യാപനം എന്നതിനാൽ രോഗം സ്ഥിരീകരിച്ചവരെ നിയന്ത്രണത്തിൽ വയ്ക്കുക പ്രായോഗികമല്ല. കേരളത്തിലെ ഏതു നഗരത്തിലും ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയാൽ സമാനമായ ഫലം തന്നെ ഉണ്ടാകുമെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയോ മലപ്പുറത്തെ ഒരു പ്രദേശമോ മാത്രം കേന്ദ്രീകരിച്ചല്ല തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് 18 മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിച്ചേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂർ അടക്കമുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് നീക്കം. വോട്ടർ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കും. അതേസമയം ഉപതെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും ആരംഭിച്ചു കഴിഞ്ഞു. PV അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. BJP ജില്ലാ ഭാരവാഹികളുടെ പുനഃസംഘടന ഏപ്രിൽ 15 പൂർത്തിയാക്കാൻ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. സാധാരണക്കാരെ നേരിട്ട് ഗുണഭോക്താക്കളാക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പ് പാർട്ടി ഏറ്റെടുക്കും. BJP ഭരിക്കുന്ന പഞ്ചായത്തുകളിലും നഗരസഭകളിലും ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനും കോർ കമ്മിറ്റി യോഗത്തിൽ ധാരണയായി. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ചേർന്ന ആദ്യ കോർ കമ്മിറ്റി യോഗത്തിലാണ്
പുനഃസംഘടനയിലും വിവാദ വിഷയങ്ങളിലുമടക്കം വിശദമായ ചർച്ചകൾ നടന്നത്. ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന യുവാക്കൾക്കും വനിതകൾക്കും അർഹമായ പരിഗണന കൊടുത്തുകൊണ്ട് ഏപ്രിൽ 15-നകം പൂർത്തിയാക്കും. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്ന പശ്ചാത്തലത്തിൽ 30 സംഘടനാ ജില്ലാ കാര്യാലയങ്ങളിലും വിപുലമായ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങും. സാധാരണക്കാരെ നേരിട്ട് ഗുണഭോക്താക്കളാക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ് ഏറ്റെടുക്കുകയാണ് ഉദ്ദേശം. കേന്ദ്രം അവഗണിക്കുകയാണെന്ന തെറ്റായ പ്രചാരണമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതെന്നും ഇത് വഞ്ചനാപരമാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ. സാധാരണക്കാരെ നേരിട്ട്, പാവങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പദ്ധതികൾ പോലും രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുടെ അവസരമാണ് സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കുന്നത്. കേന്ദ്ര പദ്ധതികളുടെ പ്രചരണത്തിനു വേണ്ടി, അതിന്റെ എൻറോൾമെന്റിനു വേണ്ടി വലിയ പരിപാടികളാണ് പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. BJP ഭരിക്കുന്ന പഞ്ചായത്തുകളിലും നഗരസഭകളിലും ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും. പാലക്കാട് നഗരസഭയിലും മുത്തോലി പഞ്ചായത്തിലും ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിച്ചതായും നേതൃത്വം അറിയിച്ചു. VV രാജേഷിനെതിരായ പോസ്റ്റർ വിവാദം പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു. പാർട്ടിയെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ്. പാർട്ടി ബൂത്ത് തലം മുതലുള്ള പുനഃസംഘടന പൂർത്തിയാക്കി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വലിയ മുന്നേറ്റം നടത്താൻ തയ്യാറെടുക്കുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ അവരുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഇത് പുറത്തുനിന്നുള്ള ആളുകളുടെ ഗൂഢാലോചനയാണ്. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ട് കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തപ്പോൾ മുതിർന്ന നേതാവ് വി മുരളീധരൻ ഓൺലൈനായാണ് യോഗത്തിന്റെ ഭാഗമായത്. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാപ്രവർത്തകർക്ക് അധിക വേതനം എന്ന BJP UDF പഞ്ചായത്തുകളുടെ പ്രചാരണം തട്ടിപ്പെന്ന് മന്ത്രി MP രാജേഷ്. ഒരിക്കലും പ്രായോഗികമാകാത്ത കാര്യമാണ് എന്ന് അവർക്കറിയാം. ആശാപ്രവർത്തകരെ കബളിപ്പിക്കുകയാണ് എന്നും രാജേഷ് പറഞ്ഞു. UDFും BJPയും രാഷ്ട്രീയ തട്ടിപ്പ് നടത്തുക, രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഇത് അപ്രായോഗികമാണെന്നുള്ളത് അറിയാത്തതുകൊണ്ടല്ല. ആശാ വർക്കർമാരെ കബളിപ്പിക്കാനുള്ള വേറൊരു നീക്കമാണ്. BJP കോർ കമ്മിറ്റി യോഗത്തിൽ സെൻസർ ബോർഡ് അംഗങ്ങൾക്കെതിരെ വിമർശനം ഉയർന്നു. പാർട്ടി നിയമിച്ച അംഗങ്ങൾ ഉണ്ടായിട്ടും എമ്പുരാൻ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിയതിന് എതിരെയാണ് വിമർശനം. സിനിമയെ അനുകൂലിച്ച പോസ്റ്റിട്ട രാജീവ് ചന്ദ്രശേഖരനും വിമർശനം ഉയർന്നു. മോഹൻലാൽ സുഹൃത്തായതിനാലാണ് പോസ്റ്റ് ഇട്ടത് എന്ന് രാജീവ് ചന്ദ്രശേഖർ യോഗത്തിൽ മറുപടി നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, സംഘപരിവാർ നേതാക്കളടക്കം സിനിമയ്ക്കെതിരെ, അതിന്റെ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. അതേസമയം BJP ഈ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഞങ്ങൾ ഈ സിനിമയ്ക്ക് എതിരെ ഒരു ക്യാമ്പയിനും നടത്തുന്നില്ല എന്നാണ്. പക്ഷേ കോർ കമ്മിറ്റി യോഗത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, അത്തരം സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ ഈ എമ്പുരാൻ സിനിമയിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ഒറ്റയ്ക്കും അല്ലാതെയുമായി സമൂഹ മാധ്യമങ്ങളുടെ അടക്കം നേതാക്കളും BJP അനുഭാവമുള്ള പ്രവർത്തകരും എതിർപ്പും വിമർശനവും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കാര്യങ്ങൾ തന്നെയാണ് കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നാണ് സൂചന. അതോടൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത് തൊട്ടു പിന്നാലെ സിനിമയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എക്സിനടക്കം അദ്ദേഹം ഈ പോസ്റ്റ്, അതിലും വിമർശനം ഉയർന്നതായിട്ടാണ് വിവരങ്ങൾ. അതിന് അദ്ദേഹം നൽകിയ വിശദീകരണം, അദ്ദേഹത്തിന്റെ സുഹൃത്താണ് മോഹൻലാൽ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രത്തിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ്. അതിനപ്പുറത്തേക്ക് ഈ സിനിമയുടെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്നുള്ള വിശദീകരണമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായതെന്നാണ് സൂചന. എന്തായാലും ഈ സെൻസർ ബോർഡ് അംഗങ്ങൾ, BJP നിയമിച്ച അംഗങ്ങൾ ഉൾപ്പെടെ അതിലുണ്ടായിട്ടും പിന്നെ എങ്ങനെ ഈ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ പൊതുവിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി, അതിൽ ഒരു ബോധ്യക്കുറവുണ്ടായി, അതിലൊരു കൃത്യമായ തീരുമാനമെടുക്കാൻ സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് കഴിയാതെ പോയി എന്നൊരു വിമർശനമാണ് BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. സംഘപരിവാറിന്റെ 35ാം സംഘടനയാണ് ED എന്ന് A. വിജയരാഘവൻ.
EDയെ പൂർണ്ണമായി രാഷ്ട്രീയ ആവശ്യത്തിന് ഏജൻസിയായി ഉപയോഗിക്കുന്നതായും A. വിജയരാഘവൻ വിമർശിച്ചു. കൊടകര കുഴൽപ്പണക്കേസിൽ BJP നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകി കുറ്റപത്രം സമർപ്പിച്ചതിൽ പ്രതിഷേധിച്ചുള്ള ED ഓഫീസ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു വിജയരാഘവൻ. മാധ്യമങ്ങളെയും വിജയരാഘവൻ വിമർശിച്ചു. CPIഎമ്മിനെതിരായ വാർത്തയിൽ ഓട്ടം കൂടുതലാണ് എന്നും നേരെ ഓടിയാൽ ഒളിമ്പിക്സ് വരെ എത്തിയേനെ എന്നുമായിരുന്നു പരിഹാസം. ആലപ്പുഴ കളക്ട്രേറ്റിലെ ജാതി വിവേചന പരാതിയിൽ ആരോപണ വിധേയയായ ഉദ്യോഗസ്ഥയെ സംരക്ഷിക്കാൻ നീക്കം. ഹുസൂർ ശിരസ്തദാർ പ്രീത പ്രതാപന് വീഴ്ച വന്നിട്ടില്ല എന്ന് ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ജാതി വിവേചനം നേരിട്ടതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. പരാതി നൽകിയ ജീവനക്കാരനെ ഇന്നലെ റവന്യൂ വിഭാഗത്തിൽ നിന്ന് നീക്കം ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. റമദാനിലെ അവസാന വെള്ളിയാഴ്ച പള്ളികളിൽ വിശ്വാസ പ്രവാഹം. പ്രാർത്ഥനകളോടെ റമദാനിലെ അവസാന വെള്ളിക്ക് വിശ്വാസി സമൂഹം വിട ചൊല്ലി. പ്രാർത്ഥനാനിരതമായ റമദാൻ കാലത്തെ അവസാന വെള്ളി വിശ്വാസികൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. ലുഹറിന് ഏറെ മുൻപേ വിശ്വാസികൾ പള്ളികളിലെത്തി. റമദാനിലെ അവസാന വെള്ളി സലാം ചൊല്ലലിൻ്റെതാണ്. പ്രാർത്ഥനകൾ പതിവിലുമധികം സമയം നീണ്ടു. ലഹരിക്കെതിരായ പ്രബോധനങ്ങളും സാഹോദര്യത്തിന്റെ സന്ദേശങ്ങളും നമസ്കാരത്തിന് ശേഷമുള്ള പ്രഭാഷണങ്ങളിൽ നിറഞ്ഞിരുന്നു. പരിശുദ്ധ റമളാൻ വിട ചൊല്ലാൻ 2 ദിവസം മാത്രം ശേഷിക്കെ കഠിനവ്രതം നൽകിയ പുണ്യം ജീവിതത്തിന്റെ സമ്പത്താക്കാൻ പരിശ്രമിക്കുകയാണ് വിശ്വാസി സമൂഹം. ന്യൂസ് 18 മലപ്പുറം. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 8340 രൂപ. പവൻ 66,720. 18 ക്യാരറ്റ് ഗ്രാമിന് 6885. പവൻ 55,080. വെള്ളി ഗ്രാം 111. കിലോ 1,11,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. കുട്ടി ക്രിക്കറ്റ് പൂരം. IPL ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ആദ്യ മത്സരത്തിൽ വിജയിച്ചാണ് ഇരു ടീമും നേർക്കുനേർ വരുന്നത്. രാത്രി 7:30 MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ വിജയിച്ചാണ് ഇരു ടീമും നേർക്കുനേർ വരുന്നത്. ഇന്ന് രാത്രി 7:30 MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. നമുക്ക് ചെന്നൈ നിരയിലേക്ക് നോക്കുമ്പോൾ ബാറ്റിംഗ് നിരയും ഒപ്പം തന്നെ ബൗളിംഗ് നിരയും ഭദ്രമാണ്. ബാറ്റിംഗ് നിരയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈക്കെതിരെ കൃത്യമായ രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു പ്രവണതയിലേക്ക് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് കടക്കുന്നത് കണ്ടു. ഒപ്പം തന്നെ രജിൻ രവീന്ദ്രയും കൃത്യമായ രീതിയിൽ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്ത താരം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ബാറ്റ്സ്മാൻമാരിലേക്ക് വരുമ്പോൾ പ്രധാന താരം MS ധോണിയെ തന്നെ ആണ് അവർ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നത്. ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രവും തല തന്നെയാണ്. തലയെ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ മത്സരത്തിലും ആരാധകരുടെ ഒരു വലിയ പ്രവാഹം തന്നെ നമുക്ക് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ കാണാൻ സാധിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഈ ബാംഗ്ലൂരിനെതിരായിട്ടുള്ള ഈ മത്സരത്തിലും ആരാധകരുടെ ഒരു വലിയ നിര തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയെ പിടിച്ചുകെട്ടാൻ ഒരു താരതമ്യേന ഒരു ആവറേജ് സ്കോറിലേക്ക് ഒതുക്കാൻ സാധിച്ചത് ചെന്നൈയുടെ സ്പിൻ നിര തന്നെയാണ്. ആ സ്പിൻ നിര തന്നെ ഇത്തവണയും ഇറക്കിക്കൊണ്ടായിരിക്കും ചെന്നൈ ഒരു തന്ത്രം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് മുന്നിലേക്ക് വെക്കുക. അത് വിജയം കാണാനായാൽ തുടർച്ചയായ 2ാം വിജയം സ്വന്തമാക്കിക്കൊണ്ട് പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ ബാംഗ്ലൂർ നിരയിലേക്ക് വരുമ്പോൾ ബാംഗ്ലൂരിൽ ബൗളിംഗ് നിരയെ സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട് എങ്കിൽ പോലും തന്നെ ബാറ്റിംഗ് നിര ഭദ്രമാണ്. കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തക്കെതിരെ ഫിലിപ്പ് സാൾട്ടും ഒപ്പം തന്നെ
മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള വിരാട് കോഹ്ലിയും കൃത്യമായ രീതിയിൽ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് വിജയത്തിലേക്ക് ബാറ്റ് ചെയ്തത് നമ്മൾ കാണുകയും ചെയ്തതാണ്. വലിയൊരു മികച്ച മാർജിനുള്ള വിജയം സ്വന്തമാക്കാൻ ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അവർ ബൗളിംഗ് നിരയിലും കൃത്യമായ രീതിയിൽ പന്തെറിയാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെങ്കിൽ പോലും തന്നെ ഒരു ചെറിയ വെല്ലുവിളി അല്ലെങ്കിൽ ചെറിയ ആശങ്ക ആ ഒരു മേഖലയിൽ ബാംഗ്ലൂരിനെ സംബന്ധിച്ചുണ്ട്. ഇരുവരും തമ്മിൽ, അതായത് ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഇതിനു മുമ്പ് ഈ 18 സീസണായി ഏകദേശം 33 മത്സരങ്ങളോളം നേർക്കുനേർ വന്നിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ വിജയം ഒപ്പം നിന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമായിരുന്നു. 22 തവണ ചെന്നൈ വിജയിച്ചു കയറിയപ്പോൾ 11 തവണ മാത്രമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വിജയിക്കാൻ സാധിക്കുകയും ചെയ്ത്. എന്തായാലും കണക്കുകളൊന്നുമല്ല IPL സംബന്ധിച്ച് നിർണായകമാകാൻ പോകുന്നത് താരങ്ങളുടെ പ്രകടനം തന്നെയാണ്. ഒപ്പം തന്നെ ഒട്ടനവധി പുതുമുഖ താരങ്ങളും ഇരു ടീമിൻ്റെയും ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു പ്രകടനം കാഴ്ചവെച്ച് തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു ഭാഗം അറിയാൻ പോവുക. എന്തായാലും ഒരു ശക്തമായ പോരാട്ടം കാണാൻ സാധിക്കും. വലിയൊരു മികച്ച സ്കോർ ഇത്തവണ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ പിറക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി ദിൽന ചേരും. നമസ്കാരം.